ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. VC നിയമനത്തിൽ കടുപ്പിച്ച മുഖ്യമന്ത്രി. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തയച്ചു. നിയമനം സർവകലാശാല ചട്ടമനുസരിച്ചല്ല. നിയമനം സുപ്രീം കോടതി വിധിയുടെ ലംഘനമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. റോഷിവാൾ നൽകും വിശദാംശങ്ങൾ. റോഷിവാൾ, മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെടുകയാണ്, ഗവർണർക്ക് കത്തയക്കുകയാണ്, ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് ഇനിയും വലിയ പോരിലേക്ക് വഴി തുറക്കുകയാണ് അല്ലേ? റോഷ്നി, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് നൽകുന്ന രണ്ടാമത്തെ കത്താണ്. ഇന്ന് ആദ്യം ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാണിച്ചായിരുന്നു രാവിലെ കത്ത് നൽകിയത്. അതിന് തൊട്ടുപിന്നാലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഗവർണർ നിയമിച്ചു. അതിന് തൊട്ടുപിന്നാലെയാണ് സർക്കാർ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി ഉത്തരവ്, ആ ഉത്തരവിന്റെ അന്തസത്ത കെടുത്തുന്ന രീതിയിലാണ് ഗവർണർ താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അത് സർവകലാശാലയുടെ ചട്ടങ്ങൾ പൂർണ്ണമായി കാറ്റിൽ പറത്തിയാണ്. ഇത് സുപ്രീം കോടതിയുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് രണ്ടാമത്തെ കത്ത്. ഏതായാലും ഗവർണർ സർക്കാർ പോര് കടുക്കുന്നതിന്റെ സൂചനയായി ഇതിനെ കാണണം. കാരണം രാവിലെ മുഖ്യമന്ത്രി നൽകിയ കത്തിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇനി ചാൻസലറായ ഗവർണറും സർക്കാരും യോജിച്ചു പോകണം എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ നിയമമന്ത്രി പി രാജീവിനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇരുവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണമെന്ന ഒരാവശ്യമായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, വൈസ് ചാൻസലറുടെ നിയമനം അത് അതിവേഗത്തിൽ പൂർത്തിയാക്കണം. അത് സ്ഥിര നിയമനമാണ് മുഖ്യമന്ത്രി രാവിലെ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കത്ത് നിലനിൽക്കുകയായിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ താൽക്കാലിക വൈസ് ചാൻസലർമാരായി രണ്ടുപേരെ നിയമിച്ചത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്കും ഒപ്പം സാങ്കേതിക സർവകലാശാലയിലേക്കും ഈ ഒരു നിയമനമാണ്, ആ ഒരു തീരുമാനമാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. തൊട്ടുപിന്നാലെയാണ് ഉച്ചതിരിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത്തെ കത്തയക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഗവർണർക്കുള്ള താക്കീതാണ്. എത്രയും പെട്ടെന്ന് തിരുത്തണം എന്ന ഒരു ആവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ നിയമിച്ച ചാൻസലറായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമിച്ച ആ രണ്ട് താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ ആ നിയമന തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ തർക്കത്തിലേക്ക് പോകുന്നു. കാരണം സുപ്രീം കോടതി ഉത്തരവ് പറയുന്നത് ചാൻസലറും സർക്കാരും ഒരുമിച്ച് പോകണം എന്നതാണ്. ആ ചാൻസലർ ഗവർണർ സർക്കാർ നൽകുന്ന പട്ടികയിലെ ആളെ വൈസ് ചാൻസലറായി നിയമിക്കണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ താൽക്കാലിക വൈസ് ചാൻസലർമാരായി നിയമിച്ചിരിക്കുന്ന രണ്ടുപേരും സർക്കാർ നൽകിയ പട്ടികയിൽ ഉള്ളവരല്ല എന്നുകൂടി മുഖ്യമന്ത്രി ഈ കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും രാവിലെ ഒരു അനുനയത്തിന്റെ പാതയിലായിരുന്നു മുഖ്യമന്ത്രി കത്തയച്ചതെങ്കിൽ ഇപ്പോൾ അനുനയത്തിന്റെ പാതയല്ല, ഇപ്പോൾ ഒരു തർക്കത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. റോഷ്നി, യെസ്, മുഖ്യമന്ത്രി കൂടുതൽ കടുപ്പിച്ചതോടുകൂടി തന്നെ ഇനി ഗവർണർ സർക്കാർ പോര് ഏതു വഴിക്കായിരിക്കും, അതിലിനി എന്ത് സംഭവിക്കുമെന്നുള്ളതെല്ലാം നമ്മൾ നോക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയെടുത്ത് വേഗം തിരിച്ചു.